ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കർണിക എന്ന സിനിമയാണ്. കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവളോട് അവളുടെ മുത്തച്ഛൻ എന്തോ പറയുന്നുണ്ട്. അദ്ദേഹം ആ പെൺകുട്ടിയോട് പറയുന്നു, മോളെ, നമുക്ക് ഇതുപോലൊരു പഴയ മാളിക കൂടിയുണ്ട്. അതിലാണ് എന്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്നത്. ആ മാളികയ്ക്കടുത്ത് ആര്യവൈദ്യ എന്നൊരു മരമുണ്ടായിരുന്നു. അതിനടിയിൽ ശേഷനാഗന്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ആ വിഗ്രഹം ആരോ മോഷ്ടിച്ചു. അതിനുശേഷം ആ മരം ഉണങ്ങി. അതിലെ ഇലകളെല്ലാം കൊഴിഞ്ഞുപോയി. പക്ഷെ അതിലെ പഴങ്ങൾ വളരെ പുതുമയുള്ളതായിരുന്നു. ആ പഴങ്ങൾ കണ്ട് എന്റെ അച്ഛൻ അവ പറിച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞ് മുറിയിൽ വെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ മുറിയിൽ നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്നറിയാമോ? തുണിയിൽ പൊതിഞ്ഞ ആ പഴങ്ങളിൽ നിന്ന് നീല വെളിച്ചം വരുന്നുണ്ടായിരുന്നു. തുണി മാറ്റി നോക്കിയപ്പോൾ ആ പഴങ്ങൾ ഐരുഢം എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ടതും വിലയേറിയതുമായ രത്നങ്ങളായി മാറിയിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി അവളുടെ മോതിരത്തിലേക്ക് നോക്കുന്നു. അതിലും അതേ ഐരുഢമുണ്ടായിരുന്നു. തുടർന്ന് ആ കുട്ടിയുടെ മുത്തച്ഛൻ പറയുന്നു, ജ്യോത്സ്യന്മാരിത് കണ്ടപ്പോൾ ഈ വിലയേറിയ രത്നങ്ങൾ കൊണ്ട് ഒരു പുതിയ വിഗ്രഹമുണ്ടാക്കി അമാവാസി ദിവസം ഒളിപ്പിക്കാൻ ഉപദേശിച്ചു. കാരണം ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുകയും അത് മോഷ്ടിക്കപ്പെടുകയും ചെയ്താൽ അത് അവരുടെ കുടുംബത്തെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ഞാനും നിന്റെ അച്ഛനും ചേർന്ന് ഈ മാളിക പണിതത്. അതിലെ ഒരു രഹസ്യ അറയിൽ ഞങ്ങൾ ഈ രത്നങ്ങൾ ഇന്നും സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ നിന്ന് രംഗം മാറുന്നുണ്ട്. അമു എന്ന ഒരു എഴുത്തുകാരിയെ ആരോ ആക്രമിച്ചിരിക്കുന്നു. അവൾ മരിച്ചില്ലെങ്കിലും ആശുപത്രിയിലാണ്. ആരാണ് അവളെ ആക്രമിച്ചതെന്ന് പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമുവിനെ ആക്രമിക്കുമ്പോൾ അവൾ അവളുടെ മുറിയിലായിരുന്നു. അച്ഛനല്ലാതെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പോലീസ് അമ്മുവിന്റെ അച്ഛനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മു ഒരു കഥ എഴുതുകയായിരുന്നുവെന്നും ആ കഥ തുടങ്ങിയത് മുതൽ അവൾ പ്രശ്നത്തിലായിരുന്നുവെന്നും പോലീസിന് മനസ്സിലായി. അമ്മുവിന്റെ സുഹൃത്തും ഈ കഥ എഴുതുന്നതിൽ നിന്ന് അവളെ വിലക്കിയിരുന്നു. അമ്മുവിന്റെ സുഹൃത്ത് പോലീസിനോട് പറഞ്ഞു, അമ്മു അവളുടെ സ്വപ്നങ്ങളിൽ ഒരു മാളികയും ഒരു പെൺകുട്ടിയെയും കാണുമായിരുന്നു. അതുകൊണ്ടാണ് അമ്മു ഈ മാളികയുടെയും പെൺകുട്ടിയുടെയും കഥ എഴുതാൻ തുടങ്ങിയത്. കാരണം അവളുടെ ഈ കഥ സത്യമായിരുന്നു. അങ്ങനെ ഒരു മാളിക യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി അതിനുള്ളിൽ ജീവൻ ഒടുക്കിയിരുന്നു. ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ആ മാളികയിൽ അവളുടെ കാമുകനെ കാത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് കേട്ട ശേഷം അമു ആ കഥ എഴുതാനായി മാളികയിലേക്ക് പോയി. അവിടെ ആ പെൺകുട്ടിയെ അല്ലാതെ മറ്റൊരു മരണവും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പകൽ വെളിച്ചത്തിൽ ഒരു മുറിയിൽ നിന്ന് ആരോ നൃത്തം ചെയ്യുന്നതിന്റെയും പാടുന്നതിന്റെയും ശബ്ദം അമു കേൾക്കുന്നു. അമു ആ മുറിയിൽ പോയി നോക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ കാണുന്നു. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുന്നു. അമു വളരെ ഭയന്നുപോയി. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇതിനുശേഷം അമു മടങ്ങി വന്നുവെന്നും അടുത്ത ദിവസം അവൾ അവളുടെ സുഹൃത്ത് സിദ്ധാർത്ഥിനൊപ്പം ഒരു യാത്ര പോയെന്നും അമുവിന്റെ അച്ഛൻ പറയുന്നു. അവൾ അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ സിദ്ധാർത്ഥ് കൂടെയുണ്ടായിരുന്നു. അവനുമായി അമു ചിരിച്ചും സംസാരിച്ചുമിരുന്നു. എന്നാൽ അവൻ പോയതിനു ശേഷം അമുവിന്റെ മുഖത്ത് ഒരു വിചിത്രമായ ആശങ്ക ഞാൻ കണ്ടു. അടുത്ത ദിവസം അമു തനിച്ചെവിടെയോ പോയി വൈകുന്നേരം 6 മണിക്ക് മടങ്ങി വന്നു. വന്നയുടനെ അവൾ എന്തോ എഴുതുകയായിരുന്നു. എഴുതിയുടൻ എഴുന്നേറ്റു. അതിനുശേഷം അവൾ എന്തോ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അമ്മുവിന്റെ അച്ഛൻ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അതിനാൽ അമ്മു ഉണർന്നിരിക്കുന്നത് വരെ TV കണ്ടിരിക്കാമെന്ന് ഞാൻ കരുതി. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം അമ്മുവിന്റെ നിലവിളി കേട്ടു. ഞാൻ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ എന്റെ മകൾ നിലത്ത് കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ഞാൻ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അമ്മു ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. എന്നാൽ പോലീസിന് എവിടെ നിന്നെങ്കിലും അന്വേഷണം തുടങ്ങേണ്ടിയിരുന്നു. അതിനാൽ അമു എഴുതിയ ആ കഥ പോലീസ് വായിക്കാൻ തുടങ്ങി. കാരണം ഈ കഥ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അമുവിന് ശത്രുക്കൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഈ കഥ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്താനുള്ള മാർഗമാകുമെന്ന് പോലീസ് വിശ്വസിച്ചു. അങ്ങനെ ആ കഥ ആരംഭിക്കുന്നു. കർണിക എന്ന പെൺകുട്ടിയുടെ കഥയായിരുന്നു അത്. കർണികയുടെ കുട്ടിക്കാലം നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിരുന്നു. അമു കണ്ട ആത്മാവ് കർണികയുടേതായിരുന്നു. കർണിക അവളുടെ അച്ഛന്റെ മാളികയിൽ അവളുടെ ജ്യേഷ്ഠൻ കർണനോടും വാസു എന്നൊരാളോടും ഒപ്പമാണ് താമസിച്ചിരുന്നത്. വാസു ആയിരുന്നു മാളികയുടെയും മറ്റു ജോലികളുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത്. കർണിക വളരെ നല്ല മനസ്സുള്ളവളായിരുന്നു. അവൾ നൃത്തം പഠിക്കാൻ ഒരു ആർട്ട് സ്കൂളിൽ പോയിരുന്നു. അവിടെ വെച്ച് നന്ദൻ എന്നൊരു കലാകാരനുമായി അവൾ പ്രണയത്തിലായി. നന്ദനും കർണികയ്ക്കും പരസ്പരം ഒരുപാട് ഇഷ്ടമായിരുന്നു. കർണികയുടെ സുഹൃത്ത് ആരാധനയ്ക്ക് ഈ പ്രണയത്തെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. കർണികയുടെ സഹോദരൻ കർണൻ വളരെ കർക്കശക്കാരനായിരുന്നു. അവൻ തന്റെ സഹോദരിയെ എപ്പോഴും നിരീക്ഷിച്ചിരുന്നു. കർണികയ്ക്ക് അവളുടെ സഹോദരനെ വളരെ ഭയമായിരുന്നു. ഒരു ദിവസം കർണികയുടെ ജന്മദിനം വന്നപ്പോൾ അവൾ അവളുടെ സുഹൃത്ത് ശിവയോടൊപ്പം നന്ദനെ കാണാൻ പോയി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കർണികയ്ക്ക് സൂചന നൽകലായിരുന്നു ശിവയുടെ ജോലി.
നന്ദൻ കർണികയ്ക്ക് ജന്മദിന സമ്മാനമായി ഒരു പെട്ടി നൽകി. അതിൽ നമ്മൾ കണ്ട അതേ ശേഷനാഗന്റെ വിഗ്രഹമുണ്ടായിരുന്നു. ഈ വിഗ്രഹം കണ്ട് കർണിക നന്ദനോട് ചോദിച്ചു, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് ആര്യവേദ എന്ന അത്ഭുത മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട അതേ വിഗ്രഹമായിരുന്നു. കർണിക ഇതിനെക്കുറിച്ച് നന്ദനോട് നേരത്തെ പറഞ്ഞിരുന്നു. കർണിക നന്ദനോട് പറഞ്ഞു, നീ ഇന്ന് മാളികയിലേക്ക് വാ, എനിക്കെന്തോ കാണിക്കാനുണ്ട്. ഇതിനിടയിൽ കർണൻ അവിടെ എത്തി. അവനെ കണ്ട് കർണിക വിഗ്രഹമുള്ള ആ പെട്ടി ശിവയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. രാത്രിയിൽ കർണികയുടെ നിർദ്ദേശപ്രകാരം നന്ദൻ അവളെ കാണാൻ രഹസ്യമായി മാളികയിലെത്തുന്നു. ഇവിടെ സംസാരിക്കുന്നതിനിടയിൽ അവൻ കർണികയോട് പറയുന്നു, അടുത്ത ജന്മത്തിൽ ഞാൻ നിന്നെ കാണാൻ വരും. നിന്റെ കഴുത്തിലുള്ളതിനേക്കാൾ വില കൂടിയ ഒരു മാല ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരും. ഇത് കേട്ട് കർണിക ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് നന്ദനോട് പറഞ്ഞു, ഈ മാലയിലെ ഐരൂഢം രത്നം വളരെ വിലയേറിയതാണ്. നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത്രയൊന്നും സമ്പാദിക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കർണിക ഭിത്തിയിലെ ഒരു ചക്രം തിരിക്കുന്നു. അതടുത്തുള്ള അലമാരയ്ക്കുള്ളിൽ ഒരു രഹസ്യവാതിൽ വെളിപ്പെടുത്തുന്നു. ആ വാതിൽ തുറന്ന ശേഷം കർണിക നന്ദനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പൂർണ്ണമായും ഇരുട്ടായിരുന്നു. ഈ രഹസ്യ സ്ഥലം കണ്ട് നന്ദൻ പറയുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഈ കൊട്ടാരത്തെ ഒരു നിഗൂഢ കൊട്ടാരം എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ കർണിക പറയുന്നു, ഇതൊന്നുമല്ല, ഞങ്ങളുടെ തറവാട്ട് കൊട്ടാരം ഇതിനേക്കാൾ കൂടുതൽ രഹസ്യങ്ങൾ നിറഞ്ഞതാണ്. പിന്നെ അവർ നടന്ന് ഒരു മുറിയിലെത്തുന്നു. അവിടെ മുന്നിൽ ഒരു പെട്ടിയുണ്ട്. അത് പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ ഈ പെട്ടി തുറക്കാൻ താക്കോലില്ല. പകരം കർണികയുടെ മോതിരം വേണം. അതുപയോഗിച്ചാണ് ഈ പെട്ടി തുറക്കുന്നത്. അതിനുള്ളിൽ സമാനമായ ധാരാളം രത്നങ്ങളുണ്ട്. അത് കണ്ട് നന്ദന്റെ കണ്ണുകൾ വിടർന്നു. അവൻ സ്തംഭിച്ചുപോയി. കർണികയ്ക്കും കർണനും അല്ലാതെ ഈ രഹസ്യത്തെക്കുറിച്ച് മറ്റാർക്കും അറിയില്ലായിരുന്നു. അതിനാൽ അവൾ നന്ദനോട് സത്യം ചെയ്യിച്ചു. കർണിക അവളുടെ മാലയൂരി ആ പെട്ടിയിൽ വെക്കുന്നു. കാരണം ഇന്ന് അവളുടെ ജന്മദിനമായിരുന്നു. അതിനാൽ അവൾക്ക് ഈ മാല ധരിക്കാൻ കഴിഞ്ഞു. പണ്ടൊരിക്കൽ ഒരു കള്ളൻ ഈ രത്നങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ കർണികയുടെ അച്ഛൻ അവനെ പിടികൂടി. അതിനുശേഷം കർണികയ്ക്ക് ചിലപ്പോൾ ഇത് ധരിക്കാൻ അനുവാദം കിട്ടുമായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർണന്റെ കാറിന്റെ ശബ്ദം കേട്ടു. അത് കേട്ട് രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. കർണിക നന്ദനോട് ഒളിച്ചിരിക്കാനും ഓടിപ്പോകാനും പറഞ്ഞു. കർണൻ വീട്ടിലെത്തിയപ്പോൾ വാസു അവനോട് പറഞ്ഞു, നിനക്കിവിടെ കൂട്ടുകാരൊന്നുമില്ല. പോരാത്തതിന് നീ തെറ്റായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായും തെമ്മാടികളുമായും കൂട്ടുകൂടിയിരിക്കുന്നു. നീ ഇത്രയും വൈകി വീട്ടിൽ വരുന്നു. നിനക്കൊരു യുവതിയായ സഹോദരി ഉണ്ടെന്ന് അറിയില്ലേ? കർണൻ പറഞ്ഞു, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. കർണികയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പറഞ്ഞ് കർണൻ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ ജനലിലൂടെ നോക്കുമ്പോൾ നന്ദൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കാണുന്നു. അവനെ കണ്ട് കർണൻ അവനെ പിന്തുടർന്ന് കുറെ ദൂരം ഓടിച്ചതിനു ശേഷം ഒടുവിൽ പിടികൂടിയതിനു ശേഷം കർണൻ ആദ്യം അവനെ ഒരുപാട് തല്ലി. എന്നിട്ട് തുടർച്ചയായി ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര രാത്രിയിൽ മാളികയിൽ വന്നത്? കർണന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നന്ദൻ പറഞ്ഞു, ഞാൻ ഇവിടെ കർണികയെ കാണാനാണ് വന്നത്. കർണികയുടെ പേര് കേട്ട് കർണൻ നന്ദനെ വീണ്ടും തല്ലാൻ തുടങ്ങി. അവൻ നന്ദനെ കൊല്ലുമായിരുന്നു. പക്ഷെ അപ്പോൾ കർണന്റെ സുഹൃത്ത് അവനെ തടഞ്ഞു. കർണൻ നന്ദനോട് പറഞ്ഞു, ഇനി നിന്നെ ഈ ഗ്രാമത്തിൽ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ നിന്നെ കൊല്ലും. അടുത്ത ദിവസം രാവിലെ നന്ദൻ ഗ്രാമം വിട്ടുപോയി. പക്ഷെ അവൻ കർണികയുടെ സുഹൃത്തായ ആരാധ്ര വഴി ഒരു കത്ത് കർണികയ്ക്ക് അയച്ചിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത്, എനിക്കിവിടെ നിന്ന് പോകേണ്ടി വന്നു. നിന്റെ സഹോദരൻ ഇവിടെയുള്ളിടത്തോളം കാലം നമുക്ക് ഒരുമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർണികെ, നീ എന്നെ മറക്കണം. അത് വായിച്ച് അവൾ ഒരുപാട് കരഞ്ഞു. ഇതിനിടയിൽ കർണൻ ആരാധ്യയെ കർണികയെ കാണുന്നതിൽ നിന്ന്, കർണികയെ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതിൽ നിന്നും ഒക്കെ വിലക്കിയിരുന്നു. അതായത് കർണിക അവളുടെ വീട്ടിൽ തടവിലായി. ദിവസങ്ങളോളം കർണിക ഒന്നും കഴിച്ചിരുന്നില്ല. വാസു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ വാസു കർണനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. നിന്റെ സഹോദരി ഒന്നും കഴിക്കുന്നില്ല. അവൾ നിന്റെ ശത്രുവല്ല. അവളെ സമാധാനിപ്പിക്കൂ. സംഭവിച്ചതെല്ലാം മറന്ന് അവളോട് ക്ഷമിക്കൂ. ഇത് കേട്ട് കർണൻ പറഞ്ഞു, അവൾ എന്റെയും സഹോദരിയാണ്. പക്ഷെ അപരിചിതനായ ഒരു പുരുഷൻ അവളുടെ മുറിയിലുണ്ടായിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ ഞാനും എന്റെ സഹോദരിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് കർണൻ സ്വയം ഭക്ഷണം കയ്യിലെടുത്ത് കർണികയുടെ മുറിയിലേക്ക് പോയി. അവിടെ അവൻ കർണികയുടെ മൃതദേഹം കണ്ടു. ഒരു പക്ഷെ കർണിക ഇവിടെ ആത്മഹത്യ ചെയ്തിരിക്കാം. അത് കണ്ട് കർണൻ ഞെട്ടിപ്പോയി. ഈ കഥ വായിച്ചതിനു ശേഷം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും യഥാർത്ഥ സത്യം മറ്റൊന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അത് അമ്മു കഥയിൽ എഴുതിയിരുന്നില്ല. യഥാർത്ഥത്തിൽ നന്ദൻ കർണികയെ സ്നേഹിച്ചിരുന്നില്ല. മറിച്ച് ആ രത്നങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയാണ് അവൻ കർണികയുമായി പ്രണയം നടിച്ചത്. കർണിക ആ രത്നങ്ങൾ നന്ദന് കാണിച്ചു കൊടുത്തപ്പോൾ കർണൻ അവിടെ വന്നിരുന്നു. അതിനാൽ കർണിക ആ പെട്ടി വീണ്ടും അടച്ചു. എന്നാൽ നന്ദൻ കൈവച്ച് പെട്ടി അടയുന്നത് തടയുകയും കുറച്ച് രത്നങ്ങൾ വേഗത്തിൽ മോഷ്ടിക്കുകയും ചെയ്തു. ആ രത്നങ്ങൾ അവൻ അപ്പോൾ തന്നെ ഒരാൾക്ക് കൊടുത്തു. കാരണം നന്ദൻ ഈ ജോലി ചെയ്യാൻ പണം ലഭിച്ചിരുന്നു. പോലീസ് ഇപ്പോൾ നന്ദനെ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്യുന്നു.
നന്ദൻ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ പോലീസ് തൽക്കാലം മിണ്ടാതിരുന്നു. അമ്മുവിന്റെ സുഹൃത്ത് സിദ്ധാർത്ഥ് പോലീസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ പോലീസിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമായിരുന്നു. കൂടാതെ നന്ദനാണ് അമ്മുവിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നതിന് അവരുടെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസിന് അമ്മുവിന്റെ സാധനങ്ങളിൽ നിന്ന് ഒരു പെൻഡ്രൈവ് ലഭിക്കുന്നു. അതിൽ ചില വീഡിയോകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കാർ അമ്മുവിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിൽ 3 പേരിരിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ പേര് സാമുവൽ സെമൽ എന്നാണ്. അമ്മു ചില കാരണങ്ങളാൽ അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിനക്ക് 24 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഈ കഥയിൽ എന്ത് പുതിയ വഴിത്തിരിവാണ് വന്നിരിക്കുന്നത്? സത്യം പുറത്തു കൊണ്ടുവരാൻ പോലീസ് ഇപ്പോൾ അമ്മു എഴുതിയത് നോക്കാൻ തുടങ്ങി. അത് ഒരു രാത്രി മുമ്പ് തിടുക്കത്തിൽ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തതാണ്. അടുത്ത രംഗത്തിൽ കഥയുടെ തുടർന്നുള്ള ഭാഗം കാണിക്കുന്നു. യഥാർത്ഥത്തിൽ അമ്മു ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉപകരണം പോലീസിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ ആ ഉപകരണത്തിലൂടെ പോലീസിനൊപ്പം നമുക്കും കഥയുടെ തുടർന്നുള്ള ഭാഗം കാണാൻ സാധിക്കുന്നു. അമ്മു ആദ്യമായി കർണികയുടെ ആത്മാവിനെ മാളികയിൽ കണ്ടതു മുതൽ അവൾ വളരെ അസ്വസ്ഥയായിരുന്നു. ഒരു രാത്രി അവൾക്ക് എന്തോ തോന്നുകയും അവൾ എഴുതിയ കഥയെടുത്ത് നോക്കുകയും അതിലെ ചില ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. കഥയിലെ ഈ കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും ഈ കഥയിൽ ആർക്കും അറിയാത്ത എന്തോ ഉണ്ടെന്നും കർണികയുടെ ആത്മാവ് തനിക്ക് സൂചന നൽകുകയാണെന്നും മനസ്സിലാക്കാൻ അമ്മുവിന് അധികം സമയം വേണ്ടി വന്നില്ല. അമ്മു ഈ കാര്യങ്ങളെല്ലാം അവളുടെ സുഹൃത്ത് സിദ്ധാർത്ഥിനോട് പറയുകയും ഈ കഥ പൂർത്തിയാക്കാൻ എനിക്കിത് അന്വേഷിക്കേണ്ടി വരും, ഇതിൽ എനിക്ക് നിന്റെ സഹായം വേണം എന്ന് പറയുകയും ചെയ്യുന്നു. ആദ്യം സിദ്ധാർത്ഥ് അമ്മുവിന്റെ ആത്മാവിനെ കുറിച്ചുള്ള സംസാരത്തെ കളിയാക്കുന്നു. പക്ഷെ അവളെ സന്തോഷിപ്പിക്കാൻ അവൻ സമ്മതിക്കുന്നു. അന്നേ ദിവസം സിദ്ധാർത്ഥ് അമ്മുവിനൊപ്പം അതേ മാളികയിലെത്തുന്നു. സിദ്ധാർത്ഥ് ഇപ്പോഴും തന്റെ ആത്മാവിനെ കുറിച്ചുള്ള സംസാരത്തെ തമാശയായി എടുക്കുകയാണെന്ന് അമ്മു ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് അമ്മു ഉടൻ തന്നെ കർണികയെ കണ്ട അതേ മുറിയിലേക്ക് പോകുന്നു. അമ്മു കർണികയുടെ ആത്മാവിനോട് മനസ്സിൽ പറയുന്നു, നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ അസ്തിത്വത്തിന് തെളിവ് നൽകൂ, എനിക്ക് നിന്റെ കഥ പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ അതിശയകരം എന്ന് പറയട്ടെ, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സിദ്ധാർത്ഥ് അമ്മുവിനോട് പോകാൻ പറയുന്നു. അവൻ പറയുന്നു, ഇവിടെ ഒന്നുമില്ല, നമുക്ക് പോകാം. പക്ഷെ അവർ തിരിഞ്ഞയുടൻ അമ്മുവിനും സിദ്ധാർത്ഥിനും ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു. അത് കേട്ട് അമ്മു വളരെ സന്തോഷിക്കുകയും സിദ്ധാർത്ഥ് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. അവർ കർണികയെയും അവളുടെ കുടുംബത്തെയും കുറിച്ച് അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീയോട് അന്വേഷിക്കുന്നു. അവർ പറയുന്നുണ്ട്, കർണികയുടെ മാതാപിതാക്കൾ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഒരു അപകടത്തിൽ മരിച്ചു. അതിനുശേഷം കർണികയുടെ സഹോദരൻ കർണൻ പൂർണ്ണമായും മാറിയിരുന്നു. അവൻ തെറ്റായ ആളുകളുമായി കൂട്ടുകൂടാനും മദ്യപിക്കാനും തുടങ്ങി. എല്ലാ ദിവസവും വൈകി വീട്ടിൽ വരുമായിരുന്നു. അവൻ തന്റെ സഹോദരിയെ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ പതിയെ കർണികയ്ക്ക് കർണനെ ഭയമാകാൻ തുടങ്ങി. നന്ദന്റെയും കർണികയുടെയും കാര്യം കർണൻ അറിഞ്ഞപ്പോൾ അവൻ തന്റെ സഹോദരിയോട് കർശനമായി പെരുമാറി. അതുമൂലം കർണിക ജീവനൊടുക്കി. ഈ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കർണൻ എന്ത് പറ്റിയെന്നറിയില്ല. അവൻ തന്റെ അച്ഛനെ പോലെ കരുതിയിരുന്ന വാസുവിനെ കൊന്നു. വാസുവിന്റെ കൊലപാതക കുറ്റത്തിന് പോലീസ് കർണനെ അറസ്റ്റ് ചെയ്തു. എല്ലാ തെളിവുകളും കർണനെതിരായിരുന്നു. അതിനാൽ അവന് 7 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. അമ്മു മാളികയ്ക്ക് പുറത്ത് ഒരു രക്ഷാസൂത്രം കെട്ടിയിരിക്കുന്നത് കാണുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഇതെല്ലാം സംഭവിച്ചതിനു ശേഷം ആളുകൾ പെട്ടെന്ന് കർണികയുടെ ആത്മാവിനെ കൊട്ടാരത്തിൽ കണ്ടുവെന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് കർണികയുടെ ആത്മാവിനെ കൊട്ടാരത്തിനുള്ളിൽ തടവിലാക്കാൻ അവർ ഇത് കെട്ടിയത്. പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഈ സമയത്ത് സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നിങ്ങൾക്ക് കർണികയുടെ ഏതെങ്കിലും സുഹൃത്തിനെ അറിയാമോ? അപ്പോൾ ആ സ്ത്രീ പറയുന്നു, കർണികയുടെ ഒരു സുഹൃത്ത് അവളെ കാണാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവളുടെ പേര് മറന്നുപോയി. ആ സ്ത്രീ ഇത് പറഞ്ഞയുടൻ അമ്മുവിന്റെ വായിൽ നിന്ന് ഒരു പേര് പുറത്തു വന്നു, ആരാധ്ര. ആരാധ്ര കർണികയുടെ ആ സുഹൃത്തായിരുന്നു. അവൾക്ക് അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു ആർട്സ് ആൻഡ് ഡാൻസ് സ്കൂൾ ഉണ്ട്. അവിടെ ആരാധ്ര അവരോട് പറയുന്നു, കർണിക യഥാർത്ഥത്തിൽ നന്ദനെ സ്നേഹിച്ചിരുന്നു. കർണികയുടെ സഹോദരൻ ഒരു ദിവസം അവനെ പിടികൂടിയപ്പോൾ ഒരുപാട് തല്ലി. നന്ദൻ അടുത്ത ദിവസം എന്റെ അടുത്ത് വന്ന് ഒരു കത്ത് തന്നിട്ട് കർണികയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കത്ത് കർണികയ്ക്ക് കൊടുത്തു. നന്ദൻ പോയി. പിന്നീട് മടങ്ങി വന്നില്ല. കർണികയുടെ സഹോദരൻ അവളെ വീടിന് പുറത്തിറങ്ങുന്നതിൽ നിന്നും ആരെയും കാണുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. അവൻ എന്നെ പോലും കർണികയെ കാണാൻ അനുവദിച്ചില്ല. എന്നിട്ട് കർണിക ആരും പ്രതീക്ഷിക്കാത്ത ആ തെറ്റായ നടപടി സ്വീകരിച്ചു. കർണികയുടെ മരണത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞാനും ഇവിടെ നിന്ന് പോയി. എന്റെ ആർട്സ് ആൻഡ് ഡാൻസ് സ്കൂൾ ഇവിടെ തുറന്നു. ഞാൻ നൃത്തം പഠിച്ചിരുന്ന സ്കൂളിലെ ആർട്സ് ടീച്ചർ ആയിരുന്നു നന്ദൻ. അവൻ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഭജനകളും പാടുമായിരുന്നു. അമ്മു ആരാധ്രയോട് നന്ദന്റെ ഫോട്ടോ ചോദിക്കുന്നു. പക്ഷെ ആരാധ്രയുടെ കയ്യിൽ അവന്റെ ഫോട്ടോയൊന്നുമില്ല. ഗ്രാമം വിട്ടുപോയതിനു ശേഷം അവൻ എവിടെ പോയെന്നും അവൾക്കറിയില്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ആരാധ്ര അവരോട് ഇന്നിവിടെ തങ്ങാൻ പറയുന്നു. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥും അമ്മുവും പോകാൻ തയ്യാറാകുമ്പോൾ ആരാധ്ര അവിടെ വരുന്നു.
അതേസമയം അവളുടെ സ്കൂളിലെ ആർട്സ് ടീച്ചർ അകത്തേക്ക് പോകുന്നു. അവനെ കണ്ടപ്പോൾ അമ്മുവിന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. ആരാധ്ര പറഞ്ഞതനുസരിച്ച് അവൾ ആർട്സ് ടീച്ചറെ കൊണ്ട് നന്ദന്റെ ഒരു രേഖാചിത്രം വരപ്പിച്ചു. നന്ദൻ ഒരു ക്ഷേത്രത്തിൽ ഭജനകൾ പാടുമായിരുന്നു എന്ന് ആരാധ്ര പറഞ്ഞിരുന്നു. അതിനാൽ അമ്മു ആ സ്ഥലത്തേക്ക് വിളിക്കുന്നു. അവിടെ ഒരാൾ അവർക്ക് നന്ദനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇരുവരും ഉടൻ തന്നെ അവനെ കാണാൻ എത്തുന്നു. അവൻ പറയുന്നു, ഇതെല്ലാം കഴിഞ്ഞ് നന്ദൻ ഒരിക്കൽ ഇവിടേക്ക് മടങ്ങി വന്നിരുന്നു. അന്ന് നന്ദന്റെ സുഹൃത്ത് നന്ദനോട് പറഞ്ഞു, സഹോദര, എന്റെ ഗ്രാമത്തിൽ എനിക്കൊരു ജോലിയുണ്ട്, അതിനാൽ എനിക്ക് പോകണം. ആ മനുഷ്യൻ അന്നത്തെ ഒരു ഫോട്ടോ അമ്മുവിന് നൽകുന്നു. അതിൽ നന്ദൻ ഒരു കാറിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷം നന്ദനെ എങ്ങനെ കണ്ടെത്തുമെന്ന് അമ്മുവിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അമ്മുവിന്റെ മനസ്സിൽ ഒരു ആശയം വരുന്നു. അവൾ ഉടൻ തന്നെ നന്ദന്റെ ഫോട്ടോ നോക്കുന്നു. അതിൽ പുറകിൽ നിൽക്കുന്ന കാറിന്റെ നമ്പറിൽ KL08 കേരളത്തിലെ തൃശൂരിന്റെ നമ്പറാണ്. അതിനാൽ അവർ അവിടേക്ക് പുറപ്പെടുന്നു. എന്നാൽ നന്ദനെ എങ്ങനെ കണ്ടെത്തുമെന്ന് അവർക്കറിയില്ല. സിദ്ധാർത്ഥ് അമ്മുവിനോട് പറയുന്നു, നമ്മൾ വളരെ വേഗത്തിൽ ഇവിടെ എത്തി. ദൈവം തീർച്ചയായും നമുക്ക് ഭാവിയിലും വഴി കാണിച്ചു തരും. ഇതെല്ലാം സംസാരിക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥിന്റെ കാർ പെട്ടെന്ന് നിന്നുപോകുന്നു. ഒരു മെക്കാനിക്കിന് മാത്രമേ അത് ശരിയാക്കാൻ കഴിയൂ. അവരുടെ കാർ കേടായ സ്ഥലത്ത് അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ അവർ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും പോകുന്നു. പക്ഷെ സിദ്ധാർത്ഥ് നന്ദനെയും അവന്റെ കാറും അവിടെ കാണുന്നു. അവൻ ഇതിനെക്കുറിച്ച് അമ്മുവിനോട് പറയുന്നു. അപ്പോൾ അമ്മു ഒരു റിപ്പോർട്ടറുടെ വേഷം ധരിച്ച് നന്ദനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. സിദ്ധാർത്ഥിനോട് അവിടെ ഇരിക്കാൻ പറയുന്നു. അമ്മു നന്ദനോട് പറയുന്നു, ഞാൻ മാസികകൾക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുന്നു. ഞാനിപ്പോൾ കർണികയുടെ കഥയാണ് എഴുതുന്നത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളതെല്ലാം സത്യമായി പറയണം, അല്ലെങ്കിൽ പോലീസ് നിന്നെ ഇവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകും. അമ്മു നന്ദനോട് ചോദിക്കുന്നു, പറയൂ, നീ എന്തിനാണ് വീണ്ടും ഗ്രാമത്തിലേക്ക് പോയത്? ഇതോടെ കഥ വർത്തമാന കാലത്തേക്ക് വരുന്നു. അവിടെ പോലീസും നന്ദനെ തല്ലിയതിനു ശേഷം ഇതേ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ നന്ദൻ പറയുന്നു, കർണികയോട് ചെയ്ത തെറ്റിൽ തനിക്ക് ഖേദമുണ്ട്. അതിനാൽ അവസാനമായി കർണികയെ കാണാനും മാപ്പ് പറയാനും പോയതാണ്. പക്ഷെ കർണികയുടെ മുറിയിൽ എത്തിയപ്പോൾ ആരോ അവളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു. ഈ സമയത്ത് കർണികയെ രക്ഷിക്കുന്നതിന് പകരം ഭയന്നത് കൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് നന്ദൻ കരുതി. ഇവിടെ കർണിക ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊലപ്പെടുത്തിയതാണെന്ന് വെളിപ്പെടുന്നു. നന്ദൻ തുടർന്ന് പറയുന്നു, സർ, ഞാൻ ആദ്യമായി നിങ്ങളോട് അമ്മുവിനെ അറിയില്ലെന്ന് പറഞ്ഞത് സാമുലിനെ പേടിച്ചിട്ടാണ്. ഞാൻ അവരെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞെന്ന് അവർ അറിഞ്ഞാൽ എന്നെ കൊല്ലും. അപ്പോൾ പോലീസ് ചോദിക്കുന്നു, നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നന്ദൻ പറയുന്നു, ആ മാളികയിലെ രത്നങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞയാൾ തന്നെ. ഞാൻ അവരുമായി ഒരു ഏജന്റ് വഴിയാണ് ബന്ധപ്പെട്ടിരുന്നത്. അതിനാൽ എനിക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇതിനുശേഷം അമ്മു റിപ്പോർട്ടറായി അവന്റെ അടുത്തേക്ക് വന്നപ്പോൾ മുതലുള്ള കഥ നന്ദൻ പറയുന്നു. അവൻ പറയുന്നുണ്ട്, അതിനുശേഷം അമ്മു അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം അവൾ എന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ വന്നു. പോലീസ് ചോദിക്കുന്നു, ആരെ? അപ്പോൾ നന്ദൻ കർണന്റെ പേര് പറയുന്നു. അമ്മു നന്ദനൊപ്പം കർണനെ ജയിലിൽ കാണാൻ പോയിരുന്നു. അവിടെ വെച്ച് അമ്മു യഥാർത്ഥത്തിൽ കർണനെ സ്നേഹിച്ചിരുന്നുവെന്ന് നമ്മൾ അറിയുന്നു. ഇതിനെക്കുറിച്ച് കർണൻ ആരോടും പറഞ്ഞിരുന്നില്ല, കർണികയോട് പോലും. അമ്മു പറയുന്നു, നീ എന്നെ കർണികയ്ക്ക് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ പ്രണയത്തിൽ വഞ്ചിക്കപ്പെടുമായിരുന്നില്ല, കൊലപ്പെടുമായിരുന്നില്ല. അവളുടെ ആത്മാവ് ഇപ്പോഴും അതേ കൊട്ടാരത്തിൽ അലഞ്ഞുതിരിയുന്നു. കർണിക ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മു കർണനോട് വെളിപ്പെടുത്തുന്നു. എന്നിട്ട് അവൾ നന്ദനെ കർണന്റെ മുന്നിൽ കൊണ്ടുവരികയും യഥാർത്ഥ കൊലപാതകയെ ഞാൻ കണ്ടെത്തി നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അവൾ ഒരു ഓട്ടോ പിടിച്ച് അവിടെ നിന്ന് പോകുന്നു. അമ്മു ഈ ഓട്ടോ എടുത്തത് ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ്. അവൾ വീട്ടിൽ തിരിച്ചെത്തിയത് വൈകുന്നേരം 6 മണിയോടെയാണ്. രാത്രിയിൽ ആരോ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ഇതിനർത്ഥം ജയിലിനു ശേഷം അമ്മു മറ്റെവിടെയോ പോയിരുന്നു എന്നാണ്. പോലീസ് നന്ദൻ വഴി ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തുന്നു. അയാൾ അമ്മുവിനെ ആരുടെ വീട്ടിലാണ് ഇറക്കിയതെന്ന് പോലീസിനോട് പറയുന്നു. യഥാർത്ഥത്തിൽ അമ്മു ഓട്ടോയിൽ പോകുമ്പോൾ സാമുവലിന്റെ കാർ ഒരു ജോൽസന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു. സാമുവൽ അമ്മുവിനെ പലപ്പോഴും പിന്തുടർന്നിരുന്ന അതേ വ്യക്തിയായിരുന്നു. നന്ദനും സാമുവലിനെ കുറിച്ച് അമ്മുവിനോട് പറഞ്ഞിരുന്നു. അവനാണ് നന്ദനോട് ആ രത്നങ്ങൾ മോഷ്ടിക്കാൻ ആവശ്യപ്പെട്ടത്. അതിനാൽ അമ്മു ആ ജോൽസിനെ കണ്ട് എല്ലാം പറയുന്നു. യഥാർത്ഥത്തിൽ സാമുവലിന്റെ നിർദ്ദേശപ്രകാരമാണ് അയാൾ കർണികയുടെ ആത്മാവിനെ ബന്ധിച്ചത്. അതുമൂലം അവൾ ആ മുറിയിൽ തടവിലായി. ഇപ്പോൾ സാമുവൽ കർണികയുടെ ആത്മാവിനെ പൂർണ്ണമായും ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. ജോൽസൻ അമ്മുവിനോട് പറയുന്നു, ഇതുവരെ നീ സ്വന്തമായി ഇവിടെ എത്തിയിട്ടില്ല, മറിച്ച് നീ കുടുങ്ങിപ്പോയ ഓരോ സ്ഥലത്തും കർണിക നിന്നെ സഹായിച്ചു. ആ കഥയിലെ തെറ്റ് കാണിച്ചു തന്നതായാലും ആരാധ്രയുടെ പേര് നിന്നെ കൊണ്ട് പറയിപ്പിച്ചതായാലും കാറിന്റെ നമ്പർ പ്ലേറ്റ് കാണാനുള്ള ആശയം പെട്ടെന്ന് വന്നതായാലും നന്ദന്റെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്റെ കാർ കേടായതായാലും യഥാർത്ഥത്തിൽ കർണിക നിന്നെ തിരഞ്ഞെടുത്തതാണ്. നിനക്ക് ആ മാളികയുമായി എന്തോ ബന്ധമുണ്ട്. അതൊരു പക്ഷെ കർണികയ്ക്ക് അറിയാമായിരിക്കും.
അവൾ അവളുടെ പ്രണയത്തിനായി കാത്തിരിക്കുന്ന ആത്മാവല്ല, മറിച്ച് അവളുടെ പ്രതികാരം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ്. വർത്തമാനകാലത്ത് സ്വാമിജിയും ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുന്നു. നിങ്ങൾ അന്വേഷിച്ചെത്തിയ വ്യക്തി ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു. ഇത് കേട്ട് ഇൻസ്പെക്ടർ ഉടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭൂതകാലത്ത് സ്വാമിജിയെ കണ്ടതിനു ശേഷം അമു സാമുവലിന്റെ വീട്ടിലേക്ക് പോയതായി കാണിക്കുന്നു. ഈ സമയം വാതിൽ തുറന്നത് സാമുവലിന്റെ മകളാണ്. എനിക്കറിയാം നിങ്ങൾ കർണികയെ കൊന്നിട്ടില്ല, പക്ഷെ ഇതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ ആരാണെന്ന് പറയൂ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇതിന് പിന്നിൽ ആരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്റെ കഥയിൽ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞ് അമു പോകുന്നു. അതിനുശേഷം സാമുവൽ ഇതിനെല്ലാം പിന്നിലുണ്ടായിരുന്ന ആളെ കാണുന്നു. സാമുവൽ പറയുന്നു, ഞാൻ ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരെയും കൊന്നിട്ടില്ല. ആ എഴുത്തുകാരി കഥയിൽ എന്റെ പേരെഴുതിയാൽ ഞാൻ നിങ്ങളുടെ പേര് എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ ആ അജ്ഞാതൻ പറയുന്നു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനെല്ലാം ആലോചിച്ചിട്ടുണ്ട്. ആ എഴുത്തുകാരി ഉടൻ മരിക്കാൻ പോകുന്നു. നിങ്ങൾ ആ കർണികയുടെ കാര്യം ശരിയാക്കി ഞാൻ അയക്കുന്ന താന്ത്രികന്റെ അടുത്തേക്ക് പോകുക. ഇതിന് സാമുവൽ സമ്മതിച്ചു. വർത്തമാനകാലത്ത് പോലീസ് സാമുവലിന്റെ മകളെ ചോദ്യം ചെയ്യുകയാണ്. കാരണം സാമുവൽ അവിടെയില്ല. അവൻ ഒരു പക്ഷെ നഗരത്തിന് പുറത്തു പോയിരിക്കാം. അവന്റെ നമ്പറും സ്വിച്ച് ഓഫ് ആണ്. ഇതിനിടയിൽ സാമുവലിന്റെ മകൾ കർണിക ധരിച്ചിരുന്ന അതേ മാല ധരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയിൽ ഇൻസ്പെക്ടറുടെ കണ്ണു പതിയുന്നു. ചോദിച്ചപ്പോൾ സാമുവലിന്റെ മകൾ പറയുന്നു, ഈ മാല എനിക്കൊരു അങ്കിൾ തന്നതാണ്. ജന്മദിനത്തിന് സമ്മാനമായി നൽകിയ ആളെക്കുറിച്ച് പെൺകുട്ടി പോലീസിനോട് പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുന്നു. സാമുവൽ യഥാർത്ഥത്തിൽ കർണന്റെ അതേ സുഹൃത്താണ്. അവനുമായി കൂട്ടുകൂടരുതെന്ന് എല്ലാവരും വിലക്കിയിരുന്നു. അന്ന് കർണൻ മദ്യലഹരിയിൽ മാളികയുടെയും ആ രത്നങ്ങളുടെയും രഹസ്യങ്ങളെക്കുറിച്ച് സാമുവലിനോട് എല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് സാമുവലിന് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് പോലീസ് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു. സാമുവൽ ആർക്കു വേണ്ടിയാണോ ജോലി ചെയ്യുന്നത്, പോലീസ് അയാളുടെ വീട്ടിലെത്തുന്നു. പക്ഷെ അവിടെ നിന്ന് പോലീസ് അറിയുന്നു അയാൾ സാമുവലുമായി കർണികയുടെ ആത്മാവലയുന്ന അതേ മാളികയിലേക്ക് പോയിരിക്കുന്നുവെന്ന്. കർണൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ തന്റെ മാളികയിൽ എത്തിയെന്നും മാളികയിലെ നിധി മോഷ്ടിക്കപ്പെട്ടുവെന്നും പോലീസ് അറിയുന്നു. ഇതിനിടയിൽ സാമുവൽ ഒരു മനുഷ്യനുമായി മാളികയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നു. അവന്റെ പേര് വിനോദ്. വിനോദ് യഥാർത്ഥത്തിൽ വാസുവിന്റെ മകനല്ലാതെ മറ്റാരുമല്ല. വാസുവിന്റെ മകനും സാമുവലും അവനു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. വിനോദിന് ഇതിൽ എന്താണ് കാര്യമെന്നറിയാൻ നമ്മളെ വിനോദിന്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്നു. കുട്ടിക്കാലത്ത് കളിക്കുന്നതിനിടയിൽ കർണികയുടെ ഒരു രത്നം നിലത്തു വീണുപോയി. അത് വിനോദ് എടുത്തു. ഇതിന് കർണികയുടെ അച്ഛൻ വിനോദിനെ തല്ലുകയും വഴക്ക് പറയുകയും ചെയ്തു. കാരണം ഈ പുണ്യരത്നം മാളികയിലെ സ്ത്രീകളും പെൺകുട്ടികളും അല്ലാതെ മറ്റാരും തൊടാൻ പാടില്ലായിരുന്നു. ഇത് കണ്ട് കർണികയും കുട്ടിക്കാലത്ത് വിനോദിനെ കളിയാക്കി ചിരിച്ചു. ഇത് വിനോദിന് ഇഷ്ടപ്പെട്ടില്ല. ഈ മാളികയിലെ ആളുകളെ നശിപ്പിക്കുന്നതിനൊപ്പം ഈ സമ്പത്തെല്ലാം തട്ടിയെടുക്കാനും അവൻ തീരുമാനിച്ചു. ഇതിനായി വിനോദ് ആദ്യം ഒരു അവസരം നോക്കി. കർണിക ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ മോതിരം മോഷ്ടിച്ചു. ഈ മോതിരം മാത്രമായിരുന്നു ബേസ്മെന്റിലെ പെട്ടി തുറക്കാനുള്ള ഏക മാർഗം. പിന്നീട് കർണൻ വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ പാലിൽ വിഷം കലർത്തി കർണനെ കുടിപ്പിച്ചു. നന്ദൻ ഇത് പുറത്തുനിന്ന് കണ്ടു. പിന്നീട് നന്ദൻ ഇതിനെക്കുറിച്ച് കർണനോട് ജയിലിൽ വെച്ച് എല്ലാം പറഞ്ഞു. അതിനാൽ കർണൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ വിനോദിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ മാളികയിലെത്തി. വിനോദും താന്ത്രികൻ പറഞ്ഞ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ സാമുവലുമായി ഇവിടെ എത്തിയിരുന്നു. അതുവഴി കർണികയുടെ ആത്മാവ് എന്നേക്കുമായി ശാന്തമാകും. കാരണം കർണികയാണ് അമുവിനെ ഇവിടെ കൊണ്ടുവന്നത്. ഭാവിയിൽ കർണിക ഇതുപോലൊന്നും ചെയ്യാതിരിക്കാൻ വിനോദ് അവൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് അവളുടെ ആത്മാവ് അവസാനിക്കണം. കർണികയെ കൊന്ന് 2 ദിവസത്തിന് ശേഷം വിനോദ് ബേസ്മെന്റിലെ ബാക്കി നിധി, അതായത് നന്ദന് കൊണ്ടുപോകാൻ കഴിയാത്ത നിധി മോഷ്ടിക്കാൻ പോയപ്പോൾ വാസു അവനെ കണ്ടെന്നും ഈ സമയത്ത് വിനോദ് തന്റെ അച്ഛനെയും കൊന്നുവെന്നും നമ്മൾ അറിയുന്നു. അവൻ തന്റെ അച്ഛനെ പോലും വെറുതെ വിട്ടില്ല. കർണന്റെ കത്തി ഉപയോഗിച്ചാണ് അവൻ വാസുവിനെ കൊന്നത്. അതിൽ അവന്റെ വിരലടയാളവും ഉണ്ടായിരുന്നു, വിനോദിന്റേതല്ല. ഇതുമൂലം കർണൻ ജയിലിലായി. ഇവിടെ കർണികയുടെ ആത്മാവ് ഈ നിമിഷത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് മുറിയിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. ഈ സമയം കർണൻ വിനോദിന് മുന്നിൽ വരുന്നു. മറുവശത്ത് പോലീസും ഈ ദിശയിലേക്ക് വരുന്നുണ്ട്. അവിടെ കർണനും വിനോദും തമ്മിൽ ഒരു വഴക്ക് തുടങ്ങുന്നു. അതിലാദ്യം കർണൻ വിജയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് വിനോദ് കർണനെ കീഴടക്കുന്നു. അവൻ കർണനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം സാമുവൽ കർണന്റെ കൈ പിടിക്കുന്നു. ഇവിടെ കർണന്റെ മാതാപിതാക്കൾ അപകടത്തിൽ മരിച്ചതല്ല, മറിച്ച് വിനോദിന്റെ ഗൂഢാലോചന കാരണമാണെന്നും വെളിപ്പെടുന്നു. കാറിൽ കൃത്രിമം കാണിച്ച് അവൻ അവരെ കൊന്നു. അമ്മുവിനെ കൊല്ലാനും വിനോദ് ശ്രമിച്ചിരുന്നു. പക്ഷെ ശരിയായ സമയത്ത് അമ്മുവിന്റെ അച്ഛൻ വരികയും അവൾ രക്ഷപ്പെടുകയും ചെയ്തു. നിലവിൽ ആശുപത്രിയിലുമാണ്. ഇതിനുശേഷം വിനോദും കർണനും തമ്മിൽ അന്തിമ ഏറ്റുമുട്ടലുണ്ടാവുന്നു. ഇവിടെ കർണൻ തന്റെ സഹോദരിയുടെ പ്രതികാരം വിനോദിനെ കൊന്നുകൊണ്ട് വീട്ടുന്നു.
അതിനുശേഷം കർണികയുടെ ആത്മാവിന് ഒടുവിൽ സംതൃപ്തി ലഭിക്കുന്നു. ആശുപത്രിയിൽ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് കർണൻ അബോധാവസ്ഥയിൽ കിടക്കുന്ന അമ്മുവിനെ കാണുന്നു. ഇൻസ്പെക്ടർ കർണനോട് പറയുന്നു, ഇനി നിങ്ങൾക്ക് 2 വർഷം മാത്രമേ ശിക്ഷയുണ്ടാകൂ. നിങ്ങളുടൻ സ്വതന്ത്രനാകും. അവസാനം കർണികയുടെ ആത്മാവ് സന്തോഷത്തോടെ പോകുമ്പോൾ പിന്നിൽ നിന്ന് ആരോ കർണികയുടെ പേര് വിളിച്ച് അവളെ നിർത്തുന്ന ശബ്ദം കേൾക്കുന്നു. ഇതിനുശേഷം സിദ്ധാർത്ഥിനെ കാണിക്കുന്നു. അവൻ മനസ്സിൽ പറയുന്നു, അമ്മു, നിനക്ക് ബോധം വരുമ്പോൾ ഒരു പക്ഷെ നീ സന്തോഷവതി ആയിരിക്കില്ല. കാരണം ഒരു പക്ഷെ നിന്റെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ലായിരിക്കാം. നിനക്ക് ആ മാളികയുമായി, കർണികയുടെ പൂർവികരുടെ പഴയ മാളികയുമായി, ആ ശേഷനാഗ് ദേവന്റെ വിഗ്രഹവുമായും തീർച്ചയായും എന്തോ ബന്ധമുണ്ട്. അവസാനമായി നമ്മൾ ആ ശേഷനാഗ് വിഗ്രഹം കണ്ടത് കർണികയുടെ സുഹൃത്തായ ശിവയുടെ കയ്യിലാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഒരു നിധിയെക്കാളും നാഗത്തെക്കാളും രത്നത്തെക്കാളും വിലയേറിയ ആ പുരാതന വിഗ്രഹം എവിടെയാണ്? ഇതിന്റെ 2ാം ഭാഗത്തിന്റെ സസ്പെൻസോടെ സിനിമ എവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.